സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഈ കാണുന്ന ടോയ്സ് കാർ ഇത് 4 വീൽ ഡ്രൈവ് ആട്ടോ. ഇത് തൃശ്ശൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിച്ചു തന്നിട്ടുള്ളതാണ്. ഇത് വർക്ക് ചെയ്യാണ്ടായപ്പം അവരുടേതായ രീതിയിൽ അവരൊന്ന് റിപ്പയർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഉണ്ടായത് വലിയ റിസ്ക്കാണ്. കാരണം എല്ലാ വയറുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ടാക്കിയിട്ടിട്ട് ഏതൊക്കെ വയറുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും പിടുത്തം കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും അവർ കൊണ്ടു തന്നിട്ടുണ്ട്. നമുക്കത് ശരിയാക്കി എടുക്കണം. മോട്ടറിലേക്ക് വരുന്ന വയറുകളൊക്കെ ആകെ നാശമായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റെയറിങ്ങിൽ വരുന്ന ഹോണിൻ്റെ ഒക്കെ മ്യൂസിക്കൊക്കെ വരുന്ന കീയൊക്കെ വരുന്ന സപ്ലൈക്ക് പോകുന്ന ആ വയറുകളും കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി ശരിയാക്കി എടുക്കണം. പിന്നെ ഇതിനുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വീലിൽ വരുന്ന ഗിയർ സിസ്റ്റത്തിന് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ അയച്ചെടുക്കുകയാണ്. അത് ഞാനിപ്പോൾ അയച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ ഒന്നും കാണുന്നില്ല. ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ് വണ്ടിയിൽ ഇതുണ്ടായിരുന്നത്. ഗിയർ ബോക്സ് അയച്ചെടുത്തപ്പം അതിനകത്ത് വരുന്ന ഒരു ഗിയർ പൊട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റിയിട്ട് സെറ്റാക്കണം. ഏതായാലും നമ്മൾ വണ്ടിയിൽ ഈ ഗിയറുകൾ ഉപയോഗിക്കുന്നില്ല. 4 വീൽ ഡ്രൈവ് വണ്ടീനെ നമ്മൾ വെറും 2 വീൽ ഡ്രൈവിലേക്ക് ആക്കുകയാണ്. 4 ഗിയറുള്ള വണ്ടീനെ 2 ഗിയർ മാത്രം യൂസ് ചെയ്യുന്ന കണ്ടീഷനിലാക്കുകയാണ്. അപ്പോൾ ആ ഗിയർ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റുന്ന ഇതിൽ പറയാമെന്ന് മാത്രം. പൊട്ടിയ ഗിയറാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഞാൻ ഒട്ടിച്ചെടുത്തതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് കിട്ടാൻ. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ആക്രിയിൽ നിന്ന് ഞാൻ കൊണ്ടുപോയി വെക്കുന്ന കുറച്ച് ഗിയറുകളുണ്ട്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പം 4 ഗിയർ ഇവിടെ സ്റ്റോക്ക് ഉള്ളതുണ്ട്. അപ്പം ജസ്റ്റ് ആക്രിയിൽ നമ്മളെന്ത് തുച്ഛമായ പൈസ കൊടുത്ത് വാങ്ങിക്കും. കംപ്ലൈൻറ്റ് വരുന്ന ഇതുപോലെ വരുമ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ സിമ്പിളായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടക്കും. ഈ 2 ഗിയർ വീലും നിങ്ങൾ നോക്കുക. ഒന്ന് ഞാൻ ആക്രിയിൽ നിന്ന് എടുത്തതിന് അയച്ചെടുത്തതും ഒന്ന് പഴയത് പൊട്ടിയത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തതുമാണ്. കറക്റ്റ് മെഷർമെൻറ്റാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഏതായാലും ഈ ഗിയർ നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കുന്നില്ല. 2 ഗിയർ ബാക്കിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഫ്രണ്ട് വീലിൽ ചെറിയൊരു പ്രശ്നം വരും. ഇതിപ്പോൾ ഫ്രണ്ട് വീലാണ്. ഫ്രണ്ട് വീൽ ഞാൻ ഗിയർ അയച്ച് മാറ്റിയിട്ട് വീലിട്ടാൽ ഇത്രത്തോളം ഈ കമ്പി പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴൊരു പ്രശ്നം, നമുക്ക് വീലിനൊരു ലൂസ് ഉണ്ടാവും. അതിന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു PVC പൈപ്പ് എത്രത്തോളം അത് ലൂസ് ഉണ്ട് നോക്കിയിട്ട് 1/2 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വീല് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് സെറ്റായത് അവിടെ ഇരിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ PVC പൈപ്പ് തേഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇത് വീട്ടുകാർക്ക് തന്നെ സെറ്റ് ചെയ്തിടാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായൊരു സംഭവമാണ്. അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചരിവില്ലാതെ കട്ട് ചെയ്യുക. എന്നിട്ടൊരു സാൻഡ് പേപ്പറിൽ ഉരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കറക്റ്റ് അളവിനത് നീറ്റായിട്ട് സ്മൂത്താക്കി എടുക്കുക. ചരിവുണ്ടായി കഴിഞ്ഞാൽ വീല് തിരിയുമ്പോൾ ഇങ്ങനെ കുടഞ്ഞ് കളിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ഏതായാലും ആ ഭാഗം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് വീൽ ഒരു സൈഡ് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. ആ വിഷയം നമ്മളങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം വീല് ഫ്രണ്ടത്തെ സെറ്റായി. അതുപോലെ ഇതിൽ ബാറ്ററി അതുപോലെ ചാർജർ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബാറ്ററി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ കട്ട് ഓഫ് ഉള്ള ചാർജർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ആ വിഷയം അതിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ വയറിങ്ങിൻ്റെ ഭാഗങ്ങളാണ് കുറച്ച് സെറ്റാക്കാനുള്ളത്. അതുപോലെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സോക്കറ്റൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വയറിങ്ങിൽ തന്നെ ഇതിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ വയറ് പൊട്ടിയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് അതിൻ്റേതായ കളർ കോഡ് അനുസരിച്ച് നല്ല രീതിയിൽ വയർ ജോയിൻ ചെയ്തെടുക്കണം. ഈ പൊട്ടിയ വയർ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ജോയിൻറ്റ് ചെയ്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, സോൾഡർ ചെയ്യണം. അല്ലെങ്കിൽ ബാറ്ററി സപ്ലൈ വരുന്നതിനോട് തന്നെ ഫംഗസ് പിടിച്ചിട്ട് പിന്നീട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കളർ കോഡ് അനുസരിച്ച് നല്ല രീതിയിൽ ഇത് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, സോൾഡർ ചെയ്തിട്ട് വേണം സ്ലീവ് ഇട്ടിട്ട് ചൂടാക്കി കൊടുക്കാൻ. അപ്പോൾ കറക്റ്റ് അത് സെറ്റായി അവിടെ ഇരിക്കും. പിന്നീട് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ആ ഭാഗത്തോടെ വരില്ല എന്നുള്ളത് തീർച്ച. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ സ്റ്റിയറിങ്ങിന് എന്ത് ചെയ്തു, വളരെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഇതിൻ്റെ ഹോണ് കാര്യങ്ങളൊക്കെ അടിയുന്നുണ്ട്. ഇപ്പം ഞാൻ ഹോണ് പ്രസ് ചെയ്യാണ്. സ്റ്റിയറിങ്ങൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൺട്രോൾ യൂണിറ്റിലേക്ക് സപ്ലൈ കൊടുത്തപ്പം കുറഞ്ഞ സമയമൊന്ന് വർക്ക് ചെയ്യുക, കാരണം നിൽക്കുന്ന പ്രശ്നം. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് പിന്നുകളൊക്കെ നമ്മൾ മാറ്റി അത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കൊടുത്ത ചാർജർ കട്ട് ഓഫ് ഉള്ള ടൈപ്പാണ്. പിന്നെ ഇതിൽ നമ്മളിത് ചെയ്തിട്ടുള്ളത് ഡയറക്റ്റാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. കൺട്രോൾ യൂണിറ്റുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. കൺട്രോൾ യൂണിറ്റ് എടുത്ത് മാറ്റി ഇങ്ങനെയും നമുക്ക് ഇതേപോലത്തെ ഒരു ടോയ് കാർ സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നീട് ഒരു കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരില്ല.
പിന്നെ നമ്മളിത് പവർ ഓൺ ചെയ്തു. അപ്പോൾ നല്ല രീതിയിലത് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ കറക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അതുപോലെ നമ്മൾ ബാക്കോട്ട് ആക്കിയപ്പോഴും ബാക്കോട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളിവിടെ നോക്കുക, ഇതിൽ നിന്ന് ഞാൻ അയച്ചെടുത്തിട്ടുള്ള വയറുകളാട്ടെ കാണുന്നത്. ഈ വയറെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോക്കൽ വയർ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ള ഗവേഷണം നടത്തി ചെയ്ത വയർ പോലെ ഉണ്ട്. ഏതായാലും ആ വയറുകൾ നമ്മൾ എടുത്തു മാറ്റി. ഇനിയിപ്പം ഈ ഫ്രണ്ടിലത്തെ 2 ഗിയറുകൾ ഇത് നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നില്ല. ബാക്കത്തെ ഗിയർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ റിമോട്ട് നമ്മൾ ഒഴിവാക്കിയ ആ കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇതോടുകൂടി തന്നെ ഇവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കാറ് നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. എല്ലാ സാധനവും അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റമർ. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ലൈറ്റ്, അതുപോലെ ബാക്ക് സൈഡിൽ വരുന്ന ലൈറ്റുകൾ കൺട്രോൾ യൂണിറ്റ് എടുത്തു മാറ്റിയെന്ന് കരുതിയിട്ട് ആദ്യമുള്ള വർക്കിങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഒക്കെ ക്ലിയറാക്കി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിപ്പോൾ ഗിയർ നമ്മൾ മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1300 റുപ്യ പുതിയ ഗിയറിന് വരും. അത് നമ്മൾ എന്ത് ചെയ്തു, ഒരാക്രിയിൽ നിന്ന് എടുത്ത് വളരെ തുച്ഛമായൊരു പൈസക്ക് അത് മാറ്റിയിട്ടപ്പോൾ ആ ഗിയർ സെറ്റായിട്ടുണ്ട്. അവർക്ക് ഇനി അത് ഇതിൻ്റെ പുറകിൽ നിലവിലുള്ള ഗിയറുകൾ കംപ്ലൈൻറ്റ് വരുമ്പം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റിനും ഏകദേശം റേറ്റ് വരുന്ന 1400 1500 ആ റേറ്റാണ്. അത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാലും ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോകും. പെട്ടെന്ന് തന്നെ ആ സാധനം പോകുന്നുണ്ട് എന്ന് കരുതി നമുക്കത് കിട്ടാനും വളരെ പ്രയാസങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനമല്ലേ വരിക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇതിപ്പോൾ നമ്മൾ പക്ക ഓക്കാക്കി എടുത്തിട്ടുണ്ട്. കൺട്രോൾ യൂണിറ്റ് എടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ ഇനി ഇതിൽ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുള്ള സംഭവം വളരെ കുറവാണ്. കാരണം ചാർജിങ് സോക്കറ്റ്, മോട്ടർ, ബാറ്ററി അത് സംഭവം മാത്രമേ ഇതിലുള്ളൂ. സ്വിച്ചുകളും അതൊക്കെ ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ കാർ നല്ല രീതിയിൽ ഞാൻ എൻ്റെ മോനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യിച്ചു, കുഴപ്പമില്ല, നല്ല സെറ്റാണ്. ഇതുപോലെ നിങ്ങളെ കുട്ടികളെ കാറുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ കാലിക്കറ്റാണ്, നിങ്ങൾക്ക് ഈ സാധനം എൻ്റെ അഡ്രസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സെറ്റാക്കി തരും ഇൻഷാ അല്ലാഹ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.